ഗുരുശിഷ്യ കഥകൾ കുട്ടികൾക്കായുള്ള പുരാണ ഗുണപാഠകഥകളുടെ സമാഹാരം. രചന അരവിന്ദൻ. ശബ്ദം നൽകുന്നത് ആൽബർട്ട് എം ജോൺ. എ DC ബുക്സ് പ്രൊഡക്ഷൻ. കഥ ധൗമ്യമഹർഷിയും ഉപമന്യുവും. അനേകം ശിഷ്യരോടുകൂടി പുലരുന്ന ധൗമ്യമഹർഷിയുടെ ആശ്രമം. അന്നത്തെ വേദാധ്യയനത്തിന് ശേഷം ശിഷ്യരെ വിളിച്ച് ഗുരുവായ ധൗമ്യമഹർഷി ഓരോരോ ചുമതലകൾ ഏൽപ്പിച്ചു. വിറക് കൊണ്ടുവരിക, ഹോമത്തിനുള്ള ചമതയും മറ്റും ശേഖരിക്കുക തുടങ്ങിയ ആശ്രമകാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ശിഷ്യരെയാണ് നിയോഗിക്കുക. ആശ്രമത്തിലെ പശുക്കളെ മേയ്ക്കുന്ന ചുമതല ഉപമന്യു എന്ന ശിഷ്യനായിരുന്നു. വേദപഠനത്തിന് ശേഷം പ്രഭാതത്തിൽ ഉപമന്യു പശുക്കളുമായി കാട്ടിലേക്ക് പോകും. വൈകിട്ട് അവയുമായി മടങ്ങിവരും. സന്ധ്യാവന്ദനം നടത്തി ഗുരുവിനെ നമസ്കരിച്ച ശേഷം സതീർത്ഥ്യരോടൊപ്പം കഴിയും. ഇതാണ് പതിവ്. ഒരു ദിവസം കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ഉപമന്യു പശുക്കളെ തൊഴുത്തിലാക്കിയതിനു ശേഷം ഗുരുസവിധത്തിലെത്തി. അദ്ദേഹത്തെ വന്ദിച്ച ശേഷം മടങ്ങുമ്പോൾ ഗുരു അവനെ അടുത്തു വിളിച്ചു ചോദിച്ചു, "നീ നന്നായി തടിച്ചിരിക്കുന്നുവല്ലോ. ഉണ്ണി, എന്താണ് കാട്ടിൽ നീ ഭക്ഷിക്കുന്നത്?" "ഗുരു, വിശക്കുമ്പോൾ ഞാൻ ചിലയിടങ്ങളിൽ ചെന്ന് ഭിക്ഷ വാങ്ങും. അതാണ് കഴിക്കുന്നത്," ഉപമന്യു പറഞ്ഞു. "അത് പാടില്ല. നീ ഭിക്ഷ വാങ്ങുന്നത് എനിക്ക് കൊണ്ടുവന്ന് തരാതെ ഭക്ഷിക്കരുത്," ഗുരു പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ഭിക്ഷ കിട്ടുന്നതെന്തും ഗുരുവിന് കൊണ്ടുവന്ന് സമർപ്പിച്ചു പോന്നു ശിഷ്യൻ. കുറേ നാൾ പിന്നിട്ടപ്പോൾ ഗുരു ഉപമന്യുവിനെ അടുത്ത് വിളിച്ചു ചോദിച്ചു, "നീ വീണ്ടും തടിച്ചിരിക്കുന്നു. ഭിക്ഷ കിട്ടുന്നത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് തരികയും ചെയ്യുന്നു. കാട്ടിൽ പിന്നെ നീ എന്താണ് കഴിക്കുന്നത്?" "ആദ്യം കിട്ടിയ ഭിക്ഷ മുഴുവൻ ഞാൻ അങ്ങേക്കായി നീക്കിവെക്കും. വിശപ്പ് കൊണ്ട് തളരുമ്പോൾ ഒരിക്കൽ കൂടി ഭിക്ഷ വാങ്ങിച്ച് അത് കഴിക്കുന്നു." അത് കേൾക്കെ ഗുരു പറഞ്ഞു, "ശരിയല്ല ഉണ്ണി, അത്. നീ ഇരുവട്ടം ഭിക്ഷ വാങ്ങുന്നതിനാൽ മറ്റു ഭിക്ഷാടകരുടെ അന്നം മുട്ടുകയാണ്. അത് ഗുരുദ്രോഹം കൂടിയാണെന്ന് നീ അറിയുക." ഗുരുവചനം കേൾക്കെ ദുഃഖിതനായി തീർന്നു ഉപമന്യു. അവൻ പിന്നെയും കാലി മേയ്ക്കാൻ വനത്തിൽ പോവുകയും വൈകുമ്പോൾ മടങ്ങി വരികയും ചെയ്തു പോന്നു. നാളുകൾ പോകെ പോകെ ഗുരു മറ്റൊരവസരത്തിൽ ഉപമന്യുവിനോട് വീണ്ടും ചോദിച്ചു, "ഉണ്ണി, നീ ഭിക്ഷാടനം നടത്തിക്കിട്ടുന്നത് എനിക്കായി കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. വീണ്ടും ഭിക്ഷ യാചിക്കുന്നുമില്ല. പിന്നെന്തേ നീ ഇങ്ങനെ കൊഴുത്തിരിക്കാൻ? കാട്ടിൽ നീ എന്താണ് ആഹാരമാക്കുന്നത്?" "ഗുരു, വിശക്കുമ്പോൾ ഞാൻ പശുവിന്റെ പാൽ കറന്നു കുടിക്കും. അങ്ങനെയാണ് ഉപജീവനം നടത്തുന്നത്," ഉപമന്യു പറഞ്ഞു. അത് കേട്ട് ഗുരു ക്ഷുഭിതനായി. "നീ ആ പൈക്കിടാങ്ങളെ ദ്രോഹിക്കുകയാണ്. അത് ആശ്രമദ്രോഹം കൂടിയാണ്. ഇത് അന്യായം തന്നെ." ഉപമന്യു അപരാധിയെപ്പോലെ തലകുനിച്ചു. അവൻ പിറ്റേ ദിവസവും ഗോക്കളുമായി കാട്ടിൽ പോവുകയും സന്ധ്യയ്ക്ക് മുൻപ് ആശ്രമത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഏറെ നാൾ പിന്നിട്ടപ്പോൾ സന്ധ്യാവന്ദനത്തിന് ശേഷം ഗുരുവിനെ നമസ്കരിച്ചെഴുന്നേറ്റ ഉപമന്യുവിനോട് ഗുരു ചോദിച്ചു, "ഉണ്ണി, ഉപമന്യു, നീ വീണ്ടും ഭിക്ഷയാചിക്കുന്നില്ല, പാൽ കറന്നു കുടിക്കുന്നില്ല. പിന്നെയും തടിച്ചു വരുന്നത് എന്തു ഭക്ഷിച്ചാണ്?" വളരെ വിനീതനായി ഭയഭക്തിയോടെ ഉപമന്യു പറഞ്ഞു, "ഗുരു, പൈക്കിടാങ്ങൾ പാൽ കുടിക്കുമ്പോൾ കടവായിലൂടെ ഒഴുകുന്ന പാൽപ്പത എടുത്ത് കഴിക്കുകയാണ് ഞാൻ വിശക്കുമ്പോൾ." "കൊള്ളാം. ദുരയാൽ നീ ആ പശുക്കിടാങ്ങളെ വഞ്ചിക്കുന്നു. നിന്റെ ദൈന്യം കണ്ട് പൈക്കുട്ടികൾ കനിവോടെ പാൽ ഒലിപ്പിച്ചു തരികയാണ്. അത് പാടില്ല." വിലക്കുകളുടെ കുരുക്കിൽ ഉപമന്യുവിന്റെ മനം പിടഞ്ഞു. ആലംബമറ്റവനെപ്പോലെ ഉപമന്യു വീണ്ടും സ്വകർമ്മത്തിൽ വ്യാപൃതനായി. കാട്ടുചോലകൾ വറ്റുകയും കാട് ഉണങ്ങിക്കരിയുകയും ചെയ്യുന്ന വേനൽക്കാലമായിരുന്നു അപ്പോൾ. പതിവ് പോലെ പശുക്കളുമായി അവൻ കാട്ടിൽ പോവുകയും വൈകുമ്പോൾ മടങ്ങിയെത്തുകയും ചെയ്തു പോന്നു. ഒരു ദിനാന്ത്യത്തിൽ പശുക്കൂട്ടം ഉപമന്യു ഇല്ലാതെയാണ് ആശ്രമത്തിൽ മടങ്ങിയെത്തിയത്. ധൗമ്യമഹർഷി അങ്കലാപ്പിലായി. എവിടെ ഉപമന്യു? ഗുരുവും സതീർത്ഥ്യരും വഴിക്കണ്ണുമായി ഉപമന്യുവിനെ കാത്തിരുന്നു. ഇരുട്ടിയിട്ടും ഉപമന്യു വന്നില്ല. കൊളുത്തിയ പന്തങ്ങളുടെ വെളിച്ചത്തിൽ അവർ ഉപമന്യുവിനെ തേടി കാട്ടിലേക്ക് പുറപ്പെട്ടു. "ഉപമന്യു, നീ എവിടെയാണ്?" ഗുരു ശിഷ്യനെ ആവുന്ന
Sample complete. Ready to continue?